രണ്ടാളും കൂടി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇനി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് കാലിക്കറ്റ് SM സ്ട്രീറ്റിലേക്കാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഡെയിലി വിയറിന് പറ്റിയിട്ടുള്ള 500 റുപ്പീസിന് 4 പലാസോസ്, അതുപോലെ തന്നെ 500 റുപ്പീസിന് 3 ടോപ്സ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. റേറ്റ് കുറഞ്ഞ ഐറ്റംസും അതുപോലെ തന്നെ റേറ്റുള്ള ഐറ്റംസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കമ്മലകളൊക്കെ നല്ല നല്ല കമ്മലകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ ഓരോരോ ഷോപ്പിൽ കയറി, പിന്നെ വീഡിയോ എടുത്തൊന്നും വീഡിയോ ആയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ സ്ട്രീറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ SK പൊറ്റക്കാടിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഓൾമോസ്റ്റ് 2 കിലോമീറ്ററാണ് ഈ സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ അത്രയും നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ചെരുപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുന്നിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തുന്നിക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അവിടെ കുറച്ച് നടന്നതുകൊണ്ട് തന്നെ നമ്മളിനി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തണുപ്പ് കുറഞ്ഞത് മതി വിചാരിച്ചിട്ട് ഗ്രേപ്പ് ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബീച്ചിൽ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ സൂര്യാസ്തമയമൊക്കെ ആകുമ്പോഴേക്ക് ബീച്ചിലെത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെത്തിയപ്പോഴേക്ക് സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീച്ചിൽ കുറേ ആളുകൾ ടോയ്സ് വിൽക്കുന്നുണ്ട്. അങ്ങനെ മീയും സുട്ടും കൂടി അതിൽ നിന്ന് ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ട്. സുട്ട് ഒരു PP ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, മീ ഒരു പമ്പരും.
അങ്ങനെ ഇപ്പോൾ അവരത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് നേരം നടന്നപ്പോഴേക്ക് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ കുറച്ച് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അപ്പോഴേക്കും മീക്കും സുട്ടുക്കും വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. വെള്ളം കണ്ടപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ പമ്പരമുണ്ട്, ഒരു കയ്യിൽ മീയനെയും പിടിച്ചുകൊണ്ട് സുട്ടുവിനെ പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ടൈമും കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ ഇനി നമ്മൾ ചൊരൻ്റെ ഐസ് കഴിക്കാൻ പോവാണ്. ഐസ് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ചൊരൻ്റെ എടുക്കുന്നുണ്ട്. പിന്നെ 3 ടൈപ്പ് ചൊരൻ്റെ ഐസ് ഉണ്ട്. എരിവുള്ളത്, മധുരമുള്ളത്, രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഇപ്പം അയാൾ വേറെ ഒരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. അവർ മധുരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓറഞ്ചിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തോ മധുരമുള്ള ഒരു സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്, കസ്കസ്, ടൂട്ടി ഫ്രൂട്ടി, അങ്ങനെയൊക്കെയാണ് മധുരമുള്ള ചൊരൻ്റെ ഐസിലുള്ളത്. മിക്സ്ഡ് ചൊരൻ്റെ ഐസിൽ മധുരത്തിൻ്റെ ആ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ സുർക്കയിലിട്ടിട്ടുള്ള മാങ്ങ, സുർക്കയിലിട്ടിട്ടുള്ള ബീറ്റ്റൂട്ട്, അതിൻ്റെ ആ സുർക്കയും കുറച്ച് കഷ്ണം പീസും കൂടെയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ എല്ലാ ചൊരൻ്റെ ഐസിലെയും പോലെ കുറച്ച് പൊട്ടുകടല, കസ്കസ്, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തരും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കോഴിക്കോടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.